നിങ്ങളെല്ലാവരും സൺ ഗോഡ് നീക്കേന്റെ ഈ പടം കണ്ടിട്ടുണ്ടാവും. ഇതിൽ നീക്കേന്റെ റൈറ്റ് ഹാൻഡിൽ ഒരു സോഡും ലെഫ്റ്റ് ഹാൻഡിൽ ഒരു സ്പിയറുമാണ് ഉള്ളത്. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം സൺ ഗോഡ് നീക്കയുടെ ഈ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് ലൂഫിനെയും സോറോയിനെയും സാഞ്ചിനെയുമാണ്. അതിനു മുമ്പ് ചാപ്റ്റർ 1189 നടന്ന ഒരു കാര്യം ഞാൻ പറയാം. സോ ഈ ചാപ്റ്ററിൽ റിവീൽ ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈമു യൂസ് ചെയ്യുന്ന ഈ എല്ലാ വെപ്പൻസും ഈമു ഉൾപ്പെടെ വേൾഡ് ഗവൺമെന്റ് ഫോം ചെയ്ത ആ 20 കിങ്സിന്റെയും ആയിരുന്നു എന്നാണ്. ആ വെപ്പൻസിൽ 2 എണ്ണം ഇപ്പോൾ സമേഴ്സിന്റെയും കില്ലിംഗ്ഹാമിന്റെയും കയ്യിലാണുള്ളത്. സമേഴ്സിന്റെ കയ്യിലുള്ള വെപ്പിന്റെ പേര് ദ സോഡ് ഓഫ് റാത്ത് എന്നാണ്. അതുപോലെ കില്ലിംഗ്ഹാമിന്റെ കയ്യിലുള്ള വെപ്പിന്റെ പേര് ദ സ്പിയർ ഓഫ് കമാൻഡ് എന്നും. ഇപ്പൊ നിങ്ങൾക്ക് 2 ഡോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിക്ചറിൽ സൺ ഗോഡ് നീക്കേനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലൂഫിയാണ്. അതുപോലെ പുള്ളിന്റെ റൈറ്റ് ഹാൻഡിലുള്ള സോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സോറോയും ലെഫ്റ്റ് ഹാൻഡിലെ സ്പിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സാഞ്ചിയുമാണ്. അതുകൊണ്ടാണ് ഈ ഫൈറ്റിൽ ഓഡ സോറോയിന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് സ്ഥിരം കൊടുക്കുന്ന പോലെ ഒരു സോഡും അതുപോലെ തന്നെ സാഞ്ചിനെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സ്പിയറും കൊടുത്തത്. ഇതൊരു ബ്രില്യൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. കാരണം നമുക്കറിയാം ലൂഫി ഒരിക്കലും വെപ്പൻസ് ഉപയോഗിക്കാൻ പോണില്ല. സോ അങ്ങനെയാണെങ്കിൽ ലൂഫി സൺ ഗോഡ് നീക്കിയുടെ പൂർണ്ണ രൂപം എത്തണമെങ്കിൽ ലൂഫിന്റെ റൈറ്റ് ഹാൻഡിൽ സോറോയും ലെഫ്റ്റ് ഹാൻഡിൽ സാഞ്ചിയും നീക്കേന്റെ കയ്യിലെ വാളും കുന്തവും പോലെ ലൂഫിന്റെ കൂടെ വേണം. ഇതാണ് ഈ ഫൈറ്റിൽ സമേഴ്സിനും കില്ലിംഗ്ഹാമിനും ഈ വെപ്പൻസ് കൊടുത്തതിലൂടെ ഓഡ പറയാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.